ഇതെൻ്റെ 25ാമത്തെ പിറന്നാളാണ് കേട്ടോ. ഈ പിറന്നാളിന് എനിക്ക് ഒരുപാട് സന്തോഷവും ചെറിയൊരു സങ്കടവും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സങ്കടം എന്താണെന്ന് ആദ്യം പറയാമല്ലേ. എൻ്റെയും എൻ്റെ അമ്മയുടെയും പിറന്നാൾ ഒരു ദിവസമാണ് കേട്ടോ. ഞങ്ങൾ 25 വർഷമായിട്ടും ഒരുമിച്ചാണ് പിറന്നാൾ ആഘോഷിക്കുന്നത്. പക്ഷേ ഇത്തവണ ഞങ്ങൾക്ക് അതിന് പറ്റിയില്ല. കാരണം അന്നായിരുന്നു നമ്മുടെ ഭാരത് ബന്ദ്, ജൂലൈ 9-നായിരുന്നു പിറന്നാൾ. അപ്പോൾ അതാണ് ഞാൻ ആദ്യം പറഞ്ഞൊരു സങ്കടം കേട്ടോ. അച്ഛനുള്ള സമയത്ത് അച്ഛന് നിർബന്ധമാണ് വിളക്കത്ത് വിളമ്പലും അതുപോലെ എല്ലാ വിഭവങ്ങളോട് കൂടിയിട്ടുള്ള സദ്യയൊക്കെ. ഇത്തവണയും ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തുവെങ്കിലും രണ്ടുപേരും രണ്ട് സ്ഥലത്തായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞ ഒരു സങ്കടമുള്ള കാര്യം കേട്ടോ. പക്ഷെ ഒരുപാട് സന്തോഷം നിറഞ്ഞ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ രാവിലെ ഞാനും അമ്മുചേച്ചിയും കൂടി അമ്പലത്തിലൊക്കെ പോയി വന്നു. അപ്പോഴത്തേക്കും രാധമ്മ ഒരുവിധം ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞിരുന്നു. അത്യാവശ്യം ഒരു നല്ല സദ്യയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് അമ്മുചേച്ചി സർപ്രൈസായിട്ട് കേക്കൊക്കെ വാങ്ങിച്ചിരുന്നു. ആക്ച്വലി എനിക്ക് ഒറ്റയ്ക്കിരുന്ന് കേക്ക് കട്ട് ചെയ്യാൻ ഭയങ്കര നാണാണ് കേട്ടോ. ബിക്കോസ് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങിയ പിന്നെ ഞാനും അമ്മയും ഒരുമിച്ചാണ്. ബിക്കോസ് രണ്ടുപേരുടെയും ബർത്ത്ഡേ ഒരു ദിവസം ആയതുകൊണ്ട് ഒരുമിച്ചാണ്. അപ്പോൾ ഒറ്റയ്ക്ക് കട്ട് ചെയ്യുന്ന ഒരു സീക്വൻസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു 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 ഷൈ ഫീലായിരുന്നു. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു. അതിനുശേഷം എനിക്ക് സദ്യ വിളമ്പി തരുകയാണ് കേട്ടോ. നീ ഒന്നും വിളമ്പണ്ട, എല്ലാം ഞാൻ വിളമ്പി തരുമെന്ന് പറഞ്ഞിട്ട് അമ്മ ചേച്ചിയാണ് കേട്ടോ എനിക്ക് എല്ലാം വിളമ്പി തരുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ലഞ്ച് കഴിക്കുകയാണ്, സദ്യ കഴിക്കുകയാണ്. അപ്പുറത്ത് അമ്മയെ വീഡിയോ കോൾ ചെയ്തപ്പോൾ അമ്മയും ഞങ്ങളും ഒരുമിച്ചാണ് ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരേ സമയത്തായിരുന്നു കഴിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ അമ്മയും ഫോട്ടോ ഒക്കെ അയച്ചു തന്നു വിളക്കത്തൊക്കെ വിളമ്പിയിട്ട്. അങ്ങനെ ഞങ്ങളും അടുത്തുള്ള കുറച്ച് കുട്ടികളുണ്ടായിരുന്നു പുറത്തേക്ക് ലഞ്ച് കഴിക്കാനായിട്ട്. അതൊക്കെ കഴിഞ്ഞ് അന്നൊരു ഈവനിങ്ങോട് കൂടി നമുക്ക് പുറത്തിറങ്ങാമല്ലോ. അപ്പോൾ ഗുരുവായൂർ പോകാം എന്നുള്ളൊരു പ്ലാൻ ഇട്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ പോയി. എത്തിയപ്പോൾ തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. ഒരു ഈവനിങ് ടൈമിലൊക്കെ എനിക്ക് നല്ല രീതിക്ക് വിശക്കും. അപ്പോൾ ആദ്യം തന്നെ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് തൊഴാൻ കയറാം എന്നുള്ള പ്ലാനിൽ ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ച് ദോശയും അതൊക്കെ കഴിച്ചു. നമുക്ക് ചപ്പൽസൊക്കെ അവിടെ വെക്കണമല്ലോ, അങ്ങനെ അതെല്ലാം വെച്ചിട്ട് ഞങ്ങൾ അകത്ത് കയറി തൊഴുതു. നല്ല ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് പോയില്ല, പുറത്ത് നിന്ന് തൊഴുത് ഇറങ്ങി പ്രോഗ്രാമൊക്കെ കണ്ട്. പക്ഷെ നല്ല രീതിക്ക് കണ്ണനെ കണ്ട് തൊഴാൻ പറ്റിയിട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ വളകാപ്പ് വരുന്നത് കൊണ്ട് എനിക്ക് വള വാങ്ങണമായിരുന്നു, കുപ്പിവള. അപ്പോൾ അവിടെ പ്രിയങ്കയിൽ ഞാൻ എപ്പോഴും പോകുന്നതാണ് ഗുരുവായൂർ. പക്ഷെ അന്ന് ബന്ധായതുകൊണ്ട് പ്രിയങ്ക തുറന്നിരുന്നില്ല. പക്ഷേ വേറൊരു ഗൂഗിൾ ഫാൻസി ഉണ്ടല്ലോ അമ്പലത്തിനുണ്ട് കിഴക്കേ നടയുടെ അടുത്ത്, അവിടെ നിന്ന് നമ്മൾ വളയൊക്കെ വാങ്ങിച്ചു പോകുന്നു കേട്ടോ. സോ ദാറ്റ്സ് ഇറ്റ്.